ഗോതമ്പ് പൊടിയും ബീഫും ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ബീഫോ ഗോതമ്പ് പൊടി വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കുമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നാസ്തായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ വേറെ പിന്നെ ഒരു പത്തിരിയും കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതുണ്ടാക്കിയാൽ പിന്നെ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ബീഫ് പത്തിരിയും ബീഫ് പൊറോട്ടയും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു ബൗളിലോട്ട്. അതിലോട്ടൊരു 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഗോതമ്പ് പൊടി കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ അതിൽ മൈദപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് വീട്ടിൽ പൊടിച്ച ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് തവിടുണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചാൽ മതി, ചുടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറും പച്ചവെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ വീട്ടിൽ പൊടിച്ച ഗോതമ്പ് പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും. കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ അതിന് കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഞാൻ അളവ് പറയുന്നില്ല. നിങ്ങൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചാൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമുക്കിതൊന്ന് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും നമ്മളെ മാവ്. അപ്പോൾ നമുക്കിതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. ഒരു മണിക്കൂർ മുതൽ നമുക്ക് അരമണിക്കൂർ മുതൽ നമുക്ക് എത്ര ടൈം വെക്കാൻ പറ്റും അത്രയും വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വന്ന സമയത്ത് ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ 3 എണ്ണം എടുക്കാം. അപ്പോൾ അത് ഈ ഉള്ളി വയന്ന് വരുന്ന ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ പാനിലായതുകൊണ്ട് കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് 2 പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഗ്രേറ്റർ ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്തായാലും ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം, അപ്പോഴേ നമ്മുടെ ഇതൊരു പിടുത്തം കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പൊട്ടാറ്റോ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഐസൊക്കെ ഒന്ന് പോയി കിട്ടണം. പെട്ടെന്ന് തന്നെ അഴിഞ്ഞ് വരും ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്താൽ ചൂട് തട്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അടച്ചു വെക്കാം. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം വീണ്ടും ഞാൻ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീഫ് മസാലയാണ്. 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിലേറെ കുറച്ചൊരു 3/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലപ്പൊടികൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതാണ്, വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് ആയതുകൊണ്ട് ഫില്ലിങ് ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടപ്പോൾ പൊട്ടാറ്റോ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയും 2 പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ പച്ചമുളക് 2 ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി പെട്ടെന്ന് തന്നെ ഇതിൽ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചാൽ മതി. നമുക്കൊന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം, അതാണ് നമ്മുടെ പാകം. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് ഇത് അടച്ച് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ച മാവ് എന്തായെന്ന് നോക്കാം. ഇത് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ബൗളിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ മാറ്റിലോട്ട് മാറ്റുന്നുണ്ട്. മാറ്റിലാവുമ്പോൾ നമുക്ക് ഈസിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് പാകത്തിന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ബീഫ് പൊറോട്ടക്കുള്ളത് കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്യണം. ഒരു പൊറോട്ടയുടെ അളവിലുള്ള ഇത് ആക്കിയിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ബീഫ് പത്തിരിക്കുള്ളത് നമുക്ക് ഈ ഒരു ബോൾ 2 ആക്കിയിട്ടും വെക്കണം. കാരണം 2 പത്തിരി വെച്ചിട്ടല്ല, ഒന്ന് അടിയിലൊരു പത്തിരി പിന്നെ മുകളിലൊരു വേറെ പത്തിരിയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി വെക്കാം. ഓരോരോ ബോളുകളാക്കിയിട്ട് വെക്കാം, പാകത്തിനാക്കിയിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഇതപ്പോഴേക്കും നമ്മുടെ ബീഫ് ചേർക്കാൻ സമയമായിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്ങിലോട്ട്. ഇത് ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ബീഫിലുണ്ടാകുന്ന വെള്ളമൊക്കെ അതിൽ തന്നെ വറ്റിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീഫിലോട്ട് എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ, ബീഫ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. മസാല ഒന്ന് ബീഫിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഞാനിത് വീണ്ടും തുറന്നിട്ടുണ്ട്. നമുക്കിതിൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തുറന്ന് വെക്കണം, അടച്ചു വെക്കണ്ട. നമുക്കിത് ചൂടാറി കിട്ടണം മസാലകളൊക്കെ. ഇത് മസാല ഫില്ലിങ് നമുക്ക് ചൂടാറി കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഓരോരോ ബോളുകളാക്കിയിട്ട് ഞാൻ ഒരു ബോൾ 2 ബോളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആ വലിയ ബോൾസൊക്കെ 2 ആക്കിയിട്ട് വെച്ചിട്ട് ചെറുതായിട്ട് പരത്തുന്നുണ്ട്. ഇനി പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്താലും മതി. ഞാൻ പിന്നെ പത്തിരി പ്രസ്സും കൂടി എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എല്ലാം ഈ മാറ്റിൽ തന്നെ ഇട്ടിട്ട് പരത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒരു ചെറിയ പത്തിരി എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് വേറൊരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് പത്തിരി റെഡിയായി. നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ബീഫ് പത്തിരി പകുതി ഞാൻ ബീഫ് പത്തിരിയും പകുതി ബീഫ് പൊറോട്ടയുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ബീഫ് പത്തിരി. ബീഫ് പൊറോട്ട നമുക്ക് നാസ്ത കഴിക്കുന്ന സമയത്ത്, പത്തിരിയും കറിയൊക്കെ കഴിക്കുന്ന സമയമുണ്ടല്ലോ എല്ലാം കഴിഞ്ഞിട്ട്, അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ ബീഫ് പൊറോട്ടയും കഴിക്കാം. അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് പൊറോട്ട തയ്യാറാക്കണേ പിന്നെ വേറൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരൊറ്റ ഫില്ലിങ്ങും ഒരൊറ്റ മാവും കൊണ്ട് രണ്ടും കൂടി കഴിഞ്ഞ് കിട്ടുകയും ചെയ്യും. രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണേനും. അപ്പോൾ നമുക്ക് ഇതുപോലെ തയ്യാറാക്കണമെങ്കിൽ രണ്ടിനും കൂടി നമുക്ക് ഒരൊറ്റ പണി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നമുക്ക് ബീഫ് പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബോൾ എടുത്തിട്ട് അത് ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബോളുകളാക്കി മാറ്റാം. അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്ന് പരത്തിയിട്ട് അങ്ങോട്ട് ചുട്ടെടുത്താൽ മതി. പരത്തലും ചുടലും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോരോ പത്തിരി കുറച്ചൊന്ന് പരത്തിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ബോളാക്കി മാറ്റാം. അത്ര പണിയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് അതൊന്ന് പരത്തിയെടുത്താൽ മതി. നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീഫ് പത്തിരി ചൂടായ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതുപോലുള്ള ചീനച്ചട്ടിയിൽ വെച്ചിട്ട് പൊരിക്കണമെങ്കിൽ കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു സ്റ്റെയിനറിലോട്ട് മാറ്റാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം ബീഫ് പത്തിരി. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് ഞാൻ ഈ ഒരു പണിയും കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ബീഫ് പൊറോട്ട കുറച്ച് പൊടി ഇട്ടിട്ട് ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. കുറച്ച് പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുത്താൽ നമ്മൾ ഈസി ആയിട്ട് പരത്താൻ കഴിയും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതേ സെയിം ഫില്ലിങ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. രണ്ടിനും ഒരേ ഫില്ലിങ് തന്നെയാണ്. ഇതിൽ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പിടുത്തം കിട്ടും. അങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല. അതിനാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കെല്ലാം ഇതുപോലെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഒരു വിധം ഒക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഒരു 5-6 പരത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഒരു 5-6 ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടായ തവയിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ആദ്യം ഫസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ ഒന്ന് മറിച്ചിടണം. പിന്നെ കുറച്ച് ടൈം എടുത്തിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ തിരിച്ച് ഇട്ടിട്ട് നമുക്ക് 2 സൈഡും വേവിച്ചെടുക്കണം. 2 സൈഡും വെന്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഏകദേശം ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ഒലിവ് ഓയിലായാലും വേണ്ടില്ല. നമുക്കൊന്ന് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. നെയ്യാണ് ഏറ്റവും ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ആവും. നല്ല പ്യുവർ ഗീ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഒന്നും ചേർത്ത് കൊടുക്കാതെ നിങ്ങൾക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒന്ന് ചുട്ടുന്ന സമയം കൊണ്ട് തന്നെ വേറെ ഒന്ന് പരത്തിയാൽ മതി. അപ്പോൾ കൂടുതൽ ടൈം വേസ്റ്റ് ആവില്ല.
അപ്പോൾ നമുക്ക് 2-3 പരത്തി കഴിഞ്ഞാൽ തന്നെ ഇത് ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഒന്ന് ആകുമ്പോഴേക്കും മറ്റേത് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ തീരും പരത്തലും ചുടലും. കൂടുതൽ ടൈമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം. പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് ഏകദേശം ഒന്ന് പൊങ്ങി വരും കേട്ടോ. ആ സമയത്ത് മാറ്റി കൊടുത്താൽ മതി. ഇനി ഞാനിപ്പോൾ നമ്മുടെ ബീഫ് പത്തിരി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഒരു പാൻ ചൂടായ സമയത്ത് അതിലോട്ട് കുറച്ച് ഒരു ടീസ്പൂണ് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഓരോരോ ബീഫ് പത്തിരിയും നമ്മുടെ മുട്ട അടിച്ചതിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മുട്ടയിൽ പിന്നെ ലേശം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. കുറഞ്ഞ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഒന്ന് ബീറ്റ് ചെയ്ത മുട്ടക്കൂട്ടിലാണ് ഇത് ഡിപ്പ് ചെയ്തിട്ട് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബീഫ് പത്തിരി ഒന്നും കൂടി ടേസ്റ്റ് കൂടും. മുട്ടയും നെയ്യും കൂടിയല്ല, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടും. ഇത് ബീഫ് പത്തിരി നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒഴിച്ച എണ്ണ അത്ര അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബീഫ് പത്തിരിയും ബീഫ് പൊറോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാക്ക് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും ബീഫ് പൊറോട്ട നമുക്ക് നാസ്ത കഴിക്കുമല്ലോ, ആ സമയത്തും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു പൊറോട്ടയാണ്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.